മക്കളെ ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് നമ്മളെ വീട്ടിലൊക്കെ ഉള്ള സാധാ സാധനങ്ങൾ വെച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ 2 മുട്ടയും കൂട്ടിയിട്ടുള്ള ഒരു നല്ല അടിപൊളി ഒരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോണത്. അതിനി എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ഇതാ 4 കോഴിമുട്ട പുഴുങ്ങി തോടൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് ഇതിനുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് അടുപ്പ് അങ്ങോട്ട് കത്തിച്ചു കൊടുക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് 1/2 ടീസ്പൂണ് പെരുംജീരകം ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴണ്ട് വരട്ടെ. അത് വഴണ്ട് വന്നാൽ 2 വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വഴണ്ട് വരട്ടെ. മക്കളെ, നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ വല്ലാതെ വഴണ്ട് കളറായി കുഴഞ്ഞൊന്നും വരണ്ട. ഒന്ന് ചെറുതായിട്ട് വാടി വന്നാൽ മതി കേട്ടോ. ഇതേപോലെ ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി കേട്ടോ. ഇനി നമുക്കിതിൽ കുറച്ച് മസാലയിൽ ഇട്ട് കൊടുക്കണം. അതിടാം. ആദ്യം നമുക്കിതിൽ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇനി നമുക്കിതിൽ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി മസാലയുള്ള പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. അതുവരെ ഇളക്കി കൊടുക്കാം. ഇത് കണ്ടില്ലേ മക്കളെ, മസാലയുള്ള പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലൊരു ലേശം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാ കുറച്ചിട്ട് കൊടുത്താൽ മതിയേ. ഇനി നമുക്ക് ഒന്നും കൂടി ഇത് ഇളക്കി കൊടുക്കാം. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് അരിഞ്ഞ് മിക്സായി വന്നാൽ നമുക്കിനി ഇതിൽ ലേശം മല്ലിയില ഇട്ട് കൊടുക്കാം. ഞാൻ പൊടി പൊടിയാണ് അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ മല്ലിയില ഒന്ന് ചൂടായി വഴണ്ട് വന്നാൽ നമുക്കിത് ഇറക്കി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഒരു മാവ് റെഡിയാക്കി എടുക്കണം. അതിനു വേണ്ടി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 250 ml കപ്പ് നിറച്ച് 1 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ടേനെ പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മൈദ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 250 ml കപ്പ് കൊണ്ട് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം. ഇത് കണ്ടില്ലേ മക്കളെ, ഇതേപോലെ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ കട്ടി മതിയിട്ട, കട്ടി കൂടാനും പാടില്ല കുറയാനും പാടില്ല. ഇനി നമുക്ക് നമ്മൾ പുഴുങ്ങി വെച്ച കോഴിമുട്ടേനെ 2 കഷ്ണാക്കി മുറിച്ചെടുക്കാം. ഇതേപോലെ മുറിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടില്ലേ, ഇതേപോലത്തെ ഒരു പാത്രമാണ് വേണ്ടത്. ഞാൻ ഈ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇട്ടിട്ട് എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. സൈഡിലൊക്കെ പെട്ടിട്ടോ. പാത്രം എടുക്കുമ്പോൾ ഇതേപോലെ ഒരു കുഴിഞ്ഞ് ചെറിയ റൗണ്ടുള്ള പാത്രം വേണം എടുക്കാൻ കേട്ടോ. നല്ല പരന്ന പാത്രം എടുക്കരുത്. ഇങ്ങനെ ആവുമ്പോഴാണ് നമ്മളെ സ്നാക്കിൻ്റെ ഒരു ഷേപ്പ് കിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ അരച്ചു കൊണ്ടുവന്ന മാവിൻ്റെ ഒരു 1/4 ഭാഗം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പരത്തി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മസാലകൾ ഇട്ട് കൊടുക്കാം. ഇതേപോലെ കുറേച്ചായിട്ട് പരത്തി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിൽ നമ്മൾ പുഴുങ്ങി വെച്ച കോഴിമുട്ട വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഓരോന്നായിട്ട് കമത്തിയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ.
നമുക്ക് നടുക്ക് ഒരു മുട്ട ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതിൻ്റെ മേലെ കൂടെ അങ്ങനെ പതുക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് 20 മിനിറ്റ് ചെറിയ തീയിലും വലിയ തീയിൻ്റെയും ഇടയിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. തീ വല്ലാതെ കൂടിപ്പോകരുത് മക്കളെ, അപ്പം അടി പിടിക്കുള്ളൂ. മക്കളെ ഇത് നമ്മളിപ്പോൾ വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ് ആയിട്ടുണ്ട്. വെന്തിക്കണോ നോക്കാം. അതിന് വേണ്ടി ഇതേപോലത്തെ ഒരു ഈർക്കിലി എടുക്കുക. ഇതിട്ട് ഇങ്ങനെ കുത്തി നോക്കുക. ഒട്ടണമൊന്നുമില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടാ, കണ്ടില്ലേ. ഇനി നമുക്ക് ഇതൊന്ന് ഈ പാത്രത്തിലേക്കൊന്ന് മറിച്ചിടാം. ഇതിൽ ഞാൻ കുറച്ച് ബട്ടർ പുരട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഇതിങ്ങനെ തൂക്കിയിട്ടേ ഇങ്ങനെ മറിച്ചിടാം. ഇനി നമുക്കിത് പൊന്തിച്ചെടുക്കാം. അയ്യവാ, നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ, കരിഞ്ഞിട്ടൊന്നുമില്ല. ഇനി നമുക്ക് മറുവശം കൂടി ചെറിയ തീ വെച്ചിട്ടൊന്ന് മൊരിച്ചെടുക്കാം. അങ്ങനെ മക്കളെ നമ്മുടെ മുട്ട സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇങ്ങ് എടുക്കാം. കണ്ടില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി ഉണ്ടാക്കാൻ കേട്ടോ. ഇനി നമുക്കിത് മുറിച്ചിട്ട് നോക്കാം. ചിലവർ വിചാരിക്കേ ഇത് കളറ് കണ്ടപ്പോൾ കരിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കും കേട്ടോ. ഇത് കരിഞ്ഞതൊന്നുമല്ല കേട്ടോ, അതിൻ്റെ കളറൊന്ന് മാറി വന്നതാണ്. കണ്ടില്ലേ. അപ്പം ഉമ്മയുടെ മുട്ട സ്നാക്ക് ഞാൻ കഴിക്കാൻ നോക്കുക കേട്ടോ. ടേസ്റ്റ് നോക്കട്ടെ. ഒരു കോഴിമുട്ട ഉമ്മ കറക്റ്റായിട്ട് മുറിച്ച് തന്നിട്ടുണ്ട് എനിക്ക്. സംഭവം നമ്മൾ മുട്ടപ്പോളൊക്കെ തിന്നില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റാണ്. പിന്നെ ആ മസാലയുടെ ഒരു നല്ലൊരു ഇറച്ചിയുടെ ഫീല്. ചിക്കൻ മസാല ഒക്കെ ഇട്ടുണ്ടാവില്ല അമ്മ? ചിക്കൻ മസാല ഇട്ടത് കൊണ്ടാണ്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഉറപ്പ് തരാം. ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങൾ. അപ്പം ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇനിയും വേണം പറയും. വേഗം പണി കഴിയുന്നതാണ്. നല്ല അടിപൊളി മുട്ട സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.